ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവേശത്തിൻ്റെ പുറത്ത് നോമ്പുകാലമൊക്കെ അല്ല, എനിക്ക് എന്തായാലും മലയാറ്റൂർ മല കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡും കൂട്ടുകാരും പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ വലിഞ്ഞു കയറി എനിക്ക് കയറണം എന്ന് പറഞ്ഞ് ചെന്നതാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ശനിയാഴ്ച വൈകുന്നേരം 5 മണിയൊക്കെ എപ്പോഴാണ്. അപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ചൂടും കുറച്ച് കുറവായിരിക്കും, തിരക്കും. കാരണം അടുത്ത ആഴ്ച പെരുന്നാളൊക്കെ ആകുമ്പോൾ അതിന് മുന്നേ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ് എന്ന് വിചാരിച്ച് പോയതായിരുന്നു. പക്ഷേ എന്താ പറയുക, മൊത്തത്തിൽ പെട്ട ഒരവസ്ഥയായിരുന്നു. ഞങ്ങൾ ആദ്യം ചെല്ലുന്നത് പള്ളിയിലേക്കായിരുന്നു. അപ്പോൾ പള്ളിയിൽ ചെന്നപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ ഒരു ഫീലായിരുന്നു. പള്ളി കംപ്ലീറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെന്നു, പള്ളിയിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്ക് ഈ പള്ളി കാണുമ്പോൾ ഏകദേശം നമ്മുടെ എന്താ പറയുക, വേളാങ്കണ്ണി പള്ളിയായിട്ടോ അല്ലെങ്കിൽ എടപ്പള്ളി പള്ളിയായിട്ടോ ഒക്കെ ഒരു സിമിലാരിറ്റി തോന്നും. ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നേരെ പോയത് ഇവിടെ താഴെയുള്ളൊരു പുഴയിലേക്കായിരുന്നു. അവിടെ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല, എല്ലാം വറ്റി ഒരു എന്താ പറയുക, കാല് നനയ്ക്കാൻ പാകത്തിലുള്ള ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് കയറി നമ്മൾ പള്ളിയൊക്കെ മൊത്തം ഒന്ന് ചുറ്റി കണ്ട്, കാരണം ലൈറ്റും സെറ്റപ്പൊക്കെ അടിപൊളിയായിരുന്നുകൊണ്ട് ഒന്ന് കാണാമെന്ന് കരുതി അതൊക്കെ ഫുൾ നമ്മൾ കണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് മലയാറ്റൂർ മല കയറാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, കാരണം ഇവർ 3 പേരും പറഞ്ഞിട്ട പോലെ ബ്ലാക്ക് ഇട്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും ബാക്കിൽ കിടക്കുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് കാറ്റ്സ് അല്ലേ, നമുക്കൊരു ഇതുപോലെ. അപ്പോൾ അടിപൊളിയായിട്ട് അവരറിയാതെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ശരിക്കും മലയുടെ താഴെ നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 8:15 ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ആദ്യം താഴെ പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ചിട്ടാണ് നമ്മൾ കയറി തീർക്കാൻ പറ്റണേ. നമ്മൾ ഒരുപാട് ശരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല മലയാറ്റൂർ മല കയറി ഇറങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. കാരണം ആ ഒരു 1-ാം സ്ഥലം കയറുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ നമ്മൾ കയറി കഴിയുമ്പോഴാണ് 1-ാം സ്ഥലം എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഞാൻ ആ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് ടയേർഡായി, എനിക്ക് കയറാൻ പറ്റുമോ എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ശരിക്കും. പക്ഷേ കൂടെയുള്ളവരൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്ത് ഓരോ സ്ഥലത്തും വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ്, നന്നായി ടൈം എടുത്തിട്ടാണ് ഞാൻ കയറിയത്. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് കാണാം, ഒരുപാട് ഏജായിട്ടുള്ള ആൾക്കാരും അതുപോലെ തീരെ കുഞ്ഞായിട്ടുള്ള ആൾക്കാർ പോലും കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു കയറണം എന്ന് തന്നെ ഞാൻ പറയും. നമ്മളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഒരുപാട് ടൂറും ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളങ്ങനെ ഇതൊരു ശരിക്കും ത്യാഗത്തിൻ്റെ ഒരു പ്രതീകമാണ്. അപ്പോൾ നമ്മൾ മുകളിലെത്തി അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് പിന്നെ നമുക്ക് അവിടെ ഇതുപോലെ കാൽപാദം ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ താഴെ എത്തുമ്പോൾ ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടായി. ഇത്രയും ടൈം എടുക്കാൻ കാരണം നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് ഇരുന്ന് പോകുന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളും പോകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.